ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കോഴിക്കോടേക്ക്. നമുക്കൊരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ പോയെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. വെഡ്ഡിങ് പ്രിപ്പറേഷൻസ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. റെൻ്റൽ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഭക്ഷണം കഴിച്ചത് പാരഗണിൻ്റെ സൽക്കാര എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ്. അതായത് ആസ്ട്രമിംസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ പാരഗണിന് മുന്നേ ഒരുപാട് തവണ ബിരിയാണി കഴിച്ചിട്ടുള്ള ഒരാളാട്ടോ. പക്ഷേ പാരഗണിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ടുള്ള സൽക്കാരയിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ വളരെ ഫ്ലോപ്പ് ഭക്ഷണമായിരുന്നു. ബിരിയാണിക്കൊക്കെ 250 രൂപയാണ് ആ ഒരു പ്രൈസ് ചെയ്യണത്. എന്തിനാണ് 250 രൂപ ആ ബിരിയാണിക്ക് പ്രൈസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ തിരൂരൊക്കെ സബ്ക അല്ലെങ്കിൽ ഹെലീസ് പോലത്തുള്ള ഹോട്ടലിലൊക്കെ അടിപൊളി ബിരിയാണി 180 രൂപയ്ക്ക് ഇതിനും അടിപൊളിയായിട്ട് കിട്ടും. ചിലപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ടാവും 250. പക്ഷെ എന്നാലും 250 രൂപ മേടിക്കുമ്പോൾ അതിനുള്ള സാധനം കൊടുക്കണ്ടേ. എന്തായാലും സൽക്കാരിലെ ഫുഡ് വളരെ ഫ്ലോപ്പായിരുന്നു. ദെൻ അവിടുന്ന് ഞങ്ങൾ പോകുന്നത് SM സ്ട്രീറ്റിലോട്ടാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എൻ്റെ ജുംക്കാസും അതുപോലെ തന്നെ എൻ്റെ വളകളൊക്കെ ഞാൻ SM സ്ട്രീറ്റിലെ ഗുഡ് വിൽ കളക്ഷൻസിൽ നിന്നാണ് മേടിക്കാറ്. അത് കുറച്ച് വർഷമായിട്ട്, ഒരു 5-6 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി അവിടുന്ന് 2-3 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെൻ്റലിൻ്റെ അരപ്പട്ടല്ലേ നമ്മൾ കല്യാണത്തിന്, അത് എനിക്ക് എത്ര നോക്കിയിട്ട് നാട്ടിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഗുഡ് വില്ലേക്ക് പോയിട്ടാണ് അത് കൺഫേം ചെയ്തത്. അതായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൊന്നൂന് 2-3 ചെരുപ്പ് മേടിക്കേണ്ടായിരുന്നു. അതും നമ്മൾ SM സ്ട്രീറ്റിലെ സ്പാർക്സ് എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ടപ്പ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൽ ഗുഡ് വിൽ കളക്ഷൻസിൽ മാത്രമാണ് കുറച്ച് നേരം നമുക്ക് ചിലവഴിക്കേണ്ടി വന്നത്. കാരണം സെലക്ട് ചെയ്യാനുള്ളൊരു സമയം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തകൃതിയായിട്ട് കല്യാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്ത് കല്യാണം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് കല്യാണം പറയൽ വിട്ടുപോകും. അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബ്ലോക്കിൽ കിടന്നു കേട്ടോ. കാരണം അവിടെ കോഴിക്കോടാണല്ലോ, നല്ല ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഈ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് ഈ നാടോടിസ്ത്രീകളില്ലേ, അവർ വന്നിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് ഇങ്ങനെ കഴുകുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വളരെ ഡിസ്റ്റർബിങ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമുക്ക് കാറിന് തന്നെ ഡാമേജ് ആക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമായിരിക്കും അവരുടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കസവ് കേന്ദ്രയിലോട്ടാട്ടോ. കസവ് കേന്ദ്ര 2-3 മെറ്റീരിയൽ എടുക്കാണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതും പെട്ടെന്ന് തന്നെ തീർത്തു. ഇത് ഈ ഒരു യെല്ലോ സാരി 299 299 രൂപയുടെ സാരി ആയിരുന്നു. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സാരി ആയിരുന്നു. ഒരു ഓർഗൻസ സാരിയിൽ എംബ്രോയിഡറി വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോക്കസ് മാളിൽ മാക്സിൽ അജുവിന് പാൻറ്റ് മേടിക്കാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര റഷായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഈ വെഡ്ഡിങ് പ്രിപ്പറേഷൻസും വെഡ്ഡിങ് പ്ലാൻസും ഈ ലാസ്റ്റിലേക്ക് വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് മുന്നേ തുടങ്ങുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാൻ മുന്നേ തുടങ്ങണമെന്ന് വിചാരിച്ചെങ്കിൽ കൂടി എനിക്ക് സാധിച്ചില്ല വയ്യായിക കൊണ്ട്. പക്ഷേ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ഓട്ടമാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മുന്നേ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പ്ലാൻ ചെയ്തെങ്കിലും നടക്കാത്തത് കൊണ്ടാട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. പൊറോട്ടയും മീൻകറിയും ചിക്കൻ കുറുമയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതിലൊരു രക്ഷയുണ്ടായിരുന്നില്ല. നോർമൽ ഒരു ഷോപ്പാണ് സൽക്കാരിനെ പോലെ വെൽ ബ്രാൻഡൊന്നും അല്ലെങ്കിലും നല്ല ഫുഡ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്ലേറ്റ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതിൽ വെള്ളവും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ചൂടൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ ആറുന്നത് വരെ എനിക്ക് തുടച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കുറവാണ്. ഭക്ഷണം ദഹിക്കില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ എന്നെ പോലത്തെ ഇതുപോലത്തെ ചെറിയ OCD ഉള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഭക്ഷണം ഞാൻ നേരത്തെ പറയുമ്പോൾ അടിപൊളിയായിരുന്നു. അയലക്കറിയായിരുന്നു, മീൻകറി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും അടിപൊളി. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നോർമൽ ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ആ ഷോപ്പിൻ്റെ പേര് മറന്നുപോയി. നമ്മൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ റോഡിൽ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി എത്തുന്നേക്കാൾ മുന്നേ എനിക്ക് തോന്നുന്നു കാക്കഞ്ചേരി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നൊരു തട്ടുകടി എല്ലാ റെസ്റ്റോറൻറ്റും അല്ലാത്തതിൻ്റെ ഒരു നടുവിൽ വരുന്ന ഒരു കടയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി. കാരണം പൊന്നു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പൊന്നുവിനെ തറവാട്ട് പോയി പിക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് പോകാൻ. പക്ഷേ ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് അവനെ പിക്ക് ചെയ്തില്ല കേട്ടോ. കാരണം കുറച്ച് ലേറ്റായി, അവൻ ഉറങ്ങി കാണുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഒരു റീസണബിൾ പ്രൈസ് ഭക്ഷണത്തിനായാലും രാവിലത്തെ ഉച്ചത്തെ സൽക്കാരനേക്കാൾ എത്രയോ ഭേദമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയിട്ടു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് എന്നെയും
ചേച്ചീനെയും അജുവിനെയും വീട്ടിൽ ഇറക്കിയിട്ട് അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വളാഞ്ചേരി ഒന്ന് സ്റ്റക്കായി, ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ 3 പേരെയും ഇറക്കിയിട്ട് അവർ പോയി കേട്ടോ. പിന്നെന്താ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, വെഡിങ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ പ്ലാൻ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് സ്റ്റക്കായി പോകും. എനിക്ക് ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പിറ്റേന്ന് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അവിടെയും പോയിട്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. കാരണം ഷാഹിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രഷായി. കാരണം ഇത്രയും യാത്ര ചെയ്തതല്ലേ, മാസ്ക് ഒക്കെ അഴിച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രഷായി കുളിച്ച് പോയി കിടന്നു. കാരണം പിറ്റേന്ന് ഞാൻ രാവിലെ പോകണമല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ കാര്യം നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ മാറ്റി വെച്ചു. ഈ അവസ്ഥയിൽ നമ്മൾ വയനാടിൻ്റെ കൂടെ നിൽക്കാനാണ് തീരുമാനം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.